ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പഴയ ഫോൺ ഹാങ് ആവുന്നതോ അല്ലെങ്കിൽ ലാഗ് ആവുന്നതോ എങ്ങനെ മാറ്റാം, എങ്ങനെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പാനൽ താഴേക്ക് വലിച്ചതിന് ശേഷം ഇവിടെ നിന്ന് സെറ്റിങ്സിലേക്ക് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സിലേക്ക് പോയി സെറ്റിങ്സ് ഓപ്ഷനിൽ കയറുക. ഓക്കെ, സെറ്റിങ്സ് ഓപ്ഷനിൽ കയറിയതിന് ശേഷം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് എബൌട്ട് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ എബൌട്ട് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞെക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആൻഡ്രോയിഡ് വെർഷൻ്റെ താഴെ വെർഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഈ വെർഷൻ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കുറേ നമ്പറുകൾ കാണാം. അതിൽ ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുക. ഓക്കെ, ഈ ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ 7 വട്ടം ക്ലിക്ക് ചെയ്യുക. അതായത് 1, 2, 3 അങ്ങനെ 7 പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് ചോദിക്കും. ഡെവലപ്പർ മോഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണിത്. നിങ്ങൾ നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് അടിക്കുക. ഓക്കെ, ഞാനിവിടെ അടിച്ചു. അപ്പം യു ആർ ഇൻ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡെവലപ്പർ മോഡ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ തിരിച്ച് നേരെ നിങ്ങളുടെ മെയിൻ മെനുവിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് പോവുക. അവിടെ ചെന്നതിന് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഡിസേബിളായി കിടക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് എനേബിൾ ചെയ്യാനുള്ളൊരു വഴിയാണിത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം ഇതിൽ താഴേക്ക് പതുക്കെ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയതിന് ശേഷം നിങ്ങൾക്ക് വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമൽ സ്കെയിൽ, ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു 3 ഓപ്ഷൻസ് കാണാം. ഇത് 3ഉം ഡിഫോൾട്ടായിട്ട് 1x ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളപ്പോൾ ഇതിനകത്ത് ഓരോ ഓപ്ഷൻസും സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ 0.5x അല്ലെങ്കിൽ ഓഫോ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിവിടെ എല്ലാം 0.5ലേക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഈ വിൻഡോസ് ട്രാൻസിഷൻ സ്കെയിൽ ഇപ്പോൾ ഒരു 5x ഇതൊക്കെ ഒരു ഉണ്ടോ, നിങ്ങൾക്ക് കാണാം എന്ത് ലാഗായിട്ടാണ് വിൻഡോസ് ഓപ്പണായി വരുന്നത് എന്നുള്ളത്. ഉണ്ടോ, ഇത്രയും ലാഗായിട്ടായിരിക്കും വിൻഡോസ് ഓപ്പണായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 0.5x സെറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് നിങ്ങൾ കാണുക. ഇപ്പോൾ 0.5x സെറ്റ് ചെയ്തു, ഉണ്ടോ, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. സോ അതുകൊണ്ടാണ് 0.5x ഈവൻ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നേരെ നിങ്ങൾക്ക് ഒരു ആനിമേഷനും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വിൻഡോസ് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോൺ അത്യാവശ്യം സ്പീഡായി വരുന്നത് കാണാം. അപ്പം ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ.